പള്ളി തകരാതിരിക്കാൻ ഞാൻ നടത്തിയ യജ്ഞത്തിന് എന്റെ ചോര കാണാൻ ആഗ്രഹിക്കുമ്പോ 10 മിനിറ്റ് നേരം തരാമോ പിന്തുണ? 10 മിനിറ്റ് കൊടുത്തോ? കൊടുത്തില്ല. സുലൈമാൻ സേട്ടും ബനാത്ത വാലി എന്ത് ചെയ്തു? 2 ലീഗ് എംപിമാർ അവര് ഈ 2 പേരെങ്കിലും BP സിംഗിന് പിന്തുണ കൊടുത്തോ? ഇല്ല. അവരാർക്ക് പിന്തുണ കൊടുത്തു? അവരും അധ്വാനിക്ക് കൊടുത്തു. കൈപ്പത്തിതൻ ധർമ്മയോഗത്താൽ താമര തന്നല്ലയോ ഏണി. മനസ്സിലായി? അതിന്റെ പകർപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ആളെ നടക്കാൻ പോകുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നതും. അതാണ് ഈ അമിക്കബിൾ സെറ്റിൽമെന്റ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം തകരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾ മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നില്ല, ജമാഅത്തെ പറഞ്ഞ മുസ്ലിമിനെയാണെന്ന് പറയുന്നവർ, RSSനെ പറഞ്ഞ ഹിന്ദുവിനാണെന്ന് പറയുന്നവർ, ക്രിസ്ത്യൻ കാസയും അതേമാതിരി കനഡി കരിമ്പിക്കാലയും പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവർ, നിങ്ങളുടെ ആഗ്രഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തിരാസനവും നിരാസനവും, അതിനുള്ള പണിയാണ് നിങ്ങൾ നടത്തുന്നത്. അതിനെ മറികടക്കാനുള്ള പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ പണി നടത്തിയിട്ടും 58 നിയമസഭാ സീറ്റുകളിൽ ഇടതുപക്ഷ മുന്നണിക്കാണ് മുൻതൂക്കം. 58 എന്ന് പറഞ്ഞ കേരളം 300 ഓടിന്റെ ഭൂരിപക്ഷം ഒന്നല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 58 സീറ്റുകളിൽ 30,000 മുതൽ 3,000 വരെ ഭൂരിപക്ഷം. ശരി, ബുദ്ധിമുട്ടാണ് മോനെ അതിനെ മറികടക്കാൻ. ശരി, ലേശം വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കാണെങ്കിലോ 15 സീറ്റ് പിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുമില്ല. 58ഉം 10ഉം 68, 5ഉം 71 ആയാൽ പോലും ഞങ്ങൾക്ക് ഭൂരിപക്ഷമാണ്. നിങ്ങളത് കാണണം. കേരളത്തിലെ മനുഷ്യർ ഈ ഗവൺമെന്റിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് ഞങ്ങൾ പൊട്ടന്മാരായതുകൊണ്ടല്ല. ഗവൺമെന്റിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ വല്ല സീറ്റും കിട്ടും. 10 കൊല്ലമായി ഭരിക്കുന്ന ഗവൺമെന്റിനോട് വിരോധം തോന്നിയാൽ പിന്നെ നമുക്ക് ഏത് പഞ്ചായത്താ കിട്ടുക? ഒരു പഞ്ചായത്തും കിട്ടില്ല, ഒരു ജില്ലാ പഞ്ചായത്തും കിട്ടില്ല. 7 ജില്ലാ പഞ്ചായത്തിൽ പ്രധാന ജില്ലാ പഞ്ചായത്തെല്ലാം നമ്മുടെ കയ്യിലല്ലേ? തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നമ്മുടെ കയ്യിലല്ലേ? കൊല്ലം ജില്ലാ പഞ്ചായത്ത് നമ്മുടെ കയ്യിലല്ലേ? തൃശൂർ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ കയ്യിലല്ലേ? ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ കയ്യിലല്ലേ? നിങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഏതുണ്ട്? നിങ്ങളുടെ കയ്യിലുള്ള ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കോട്ടയം, പത്തനംതിട്ട, എൻ്റെ അമ്മി, വലിയ വലിയ ജില്ലകളല്ല മോനെ. 5 നിയോജകമണ്ഡലം നീ വാദിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല. അഹങ്കാരത്തിന്റെ മേമ്പടി കൂട്ടിയല്ല ഞങ്ങൾ പറയുന്നത്. കേരളത്തിൽ ഈ കേരളം ഉണ്ടാകുന്നതിന് പാടുകഴിച്ചവരാ ഞങ്ങളാണ് കേരളത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. കേരളത്തിലെ സാമൂഹ്യ ചിന്ത എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തന്നെ ഒരുപാട് സമയം അറിഞ്ഞിട്ടുന്നില്ല. കേരളത്തിന്റെ സാമൂഹ്യ ജീവിത ചിന്തയെ സ്വാധീനിച്ചവരുടെ പേരാ ലെഫ്റ്റ്. ഞങ്ങളാണ്. ഞങ്ങളെ സ്വാധീനിച്ചത് അയ്യങ്കാളി, ഞങ്ങളെ സ്വാധീനിച്ച ആളാണ് നാരായണ ഗുരുദേവൻ, ഞങ്ങളെ സ്വാധീനിച്ചാണ് അയ്യ വൈകുണ്ഠസ്വാമി, കുറ്റിപ്പുറത്ത് കൃഷ്ണപിള്ള, വാഗ്ബടാനന്ദ സ്വാമി, ഉണരുവിൻ, എഴുന്നേൽക്കുവിൻ, ജഗദീശനെ സ്തുതിപ്പിൻ, അന്യായത്തെ ചെറുക്കരെന്ന് പറഞ്ഞ വാഗ്ബടാനന്ദൻ. ഞങ്ങൾ അവരുടെ സ്വാധീനത്തിൽ ആരംഭിച്ച് ഞങ്ങൾ ഈ ജനതയെ സ്വാധീനിച്ചു. അവരുടെ ബുദ്ധിയെ, ബോധത്തെ, ചിന്തയെ, കലയെ, സർഗാത്മകതയെ, നാടകത്തെ, കഥാപ്രസംഗത്തെ, ബാലയെ, അവരുടെ എല്ലാ മേഖലയും ഞങ്ങളാണ് സ്വാധീനിച്ചത്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല. ഞങ്ങളുടെ കൂടെ ഗ്രന്ഥശാല പ്രസ്ഥാനമുണ്ട്, ലൈബ്രറി കൗൺസിലുണ്ട്, യുക്തിവാദി പ്രസ്ഥാനമുണ്ട് എന്ന് വേണ്ട. ഞങ്ങളുടെ കയ്യിൽ മാനവകുലത്തിൽപ്പെടുന്ന ഉൽപ്പതിഷകളുണ്ട്. എന്തിനധികം പറയണം? നക്സലേറ്റുകൾ വരെയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി സ്വാധീനിച്ച ചിന്ത കേരളത്തിലുള്ളത് കൊണ്ടാണ് RSSന് അതിവേഗതയിൽ കടന്നു വരാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഓരോ വീട്ടിലും കയറി ജാതി നോക്കി ആളെ കൊല്ലാത്തത്. അതുകൊണ്ടാണ് കേരളത്തിലെ പള്ളി പൊളിയാത്തത്, അമ്പലം പൊളിയാത്തത്. അതുകൊണ്ടാണ് മലയാളി പ്രിയപ്പെട്ടവരെ എല്ലാ കുത്തൊഴുക്കിലും പ്രളയത്തിന്റെ ഇടയിലും ഈ വലതുപക്ഷ രാഷ്ട്രീയ ധാരയെ തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തിരിയെങ്കിലും ജയിച്ചത്. ഞങ്ങളുടെ നിലപാടുകൊണ്ടാണ്. BJP സ്വീകരിക്കാൻ ആൾ തയ്യാറല്ല. ഞങ്ങളുള്ള നൈമിഷികമായ വികാരത്തിന്റെ പുറത്ത് ചിലപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഞങ്ങളുടെ ചിന്തയാണ്. എടോ, കേരളം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ഒരു ബസ്സിൽ ഒരു കന്യാസ്ത്രീ കയറി എങ്ങനെയാണ്?
ഒരു കന്യാസ്ത്രീ ഒരു യുവതിയായിരിക്കും, ചെറിയ പെൺകുട്ടിയായിരിക്കും കന്യാസ്ത്രീ. ചിലപ്പോൾ ഒരു വയസ്സായ സ്ത്രീ കമ്പീമ തൂങ്ങി ഇങ്ങനെ കിടക്കണ്ടോ. ഒരു കന്യാസ്ത്രീ കയറിയ ഉടനെ ജാതി മതഭേദമില്ലാതെ സിസ്റ്റർ ഇരുന്നോളെന്ന് 10 ആള് പറയുന്ന നാടാണ് കേരളം. മനസ്സിലായോ? 10 ആള് പറയുന്ന നാടാണ് ഈ കേരളം. അതേമാതിരി ഒരു മുല്ലാക്ക കടന്നാലും ഒരു നമ്പൂരിയോട് അയാള് അവിടെയുള്ള എല്ലാം കഴിഞ്ഞ് നിവേദ്യമായി ഇറങ്ങുമ്പോ മുണ്ടഴിച്ചിട്ട് തൊടുന്നവരുടെ നാടാണ് കേരളം. ഒരു മുല്ലാക്ക കാണുമ്പോ അസ്സലാം അലൈക്കും അലൈക്കും അസ്സലാം എന്ന് തിരിച്ചു പറയുന്ന നാടാ കേരളം. 90-ാം വയസ്സിൽ എനിക്ക് പിറന്നാളില്ല എന്ന് പറഞ്ഞ ഡോക്ടർ എം ലീലാവതി ടീച്ചർ, എനിക്ക് പിറന്നാൾ ഇല്ലാത്തതിന് കാരണം പാലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ നാടിന്റെ പേരാ കേരളം. കയ്യിൽ കെട്ടിയ പൈസയുമായി പാലസ്തീനിൽ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വെള്ളം മേടിച്ചു കൊടുക്കാൻ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി പാലസ്തീനിൽ ചെന്ന് 1000 ലിറ്റർ വെള്ളം കുഞ്ഞുങ്ങളുടെ വായിൽ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുത്ത മലയാളിയായ രശ്മിക്കുട്ടിയുള്ള നാടിന്റെ പേരാണ് ഈ കേരളം എന്ന് പറയുന്നത്. കണ്ടു പഠിക്കണം ഈ കേരളത്തെ. ഞാൻ പുലയനല്ല, പറയനല്ല, പാണനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ എനിക്കൊരു ഡാഷുമില്ല എന്നൊരു പയ്യൻ പാടിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിന്ന് പാടുന്ന നാടിന്റെ പേരാണ് ഈ കേരളം. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ഇന്നിറങ്ങുന്ന മലയാള സിനിമ ഇന്നിറങ്ങിയാൽ ആ മലയാള സിനിമയുടെ രാഷ്ട്രീയം പക്ഷം എന്ന് പറയുന്നത് ലെഫ്റ്റാണ്. കഥാപ്രസംഗം സാംബശിവൻ, കടാമംഗലം സദാനന്ദൻ, കൊല്ലം ബാബു വിശ്വ കഥാപ്രസംഗികർ. അവരെ കഥാപ്രസംഗം മുഴുവൻ ഇപ്പൊ അമ്പലത്തിൽ വരുമ്പോ സാംബശിവനോട് ഈ ക്ഷേത്ര ഭാരവാഹികൾ പറയും, സാമ്പ ഇവിടെ രാഷ്ട്രീയം പറയരുതിട്ടെന്ന് പറയും. അപ്പൊ സാംബശിവ സാംബശിവൻ കർണന്റെ കഥാപ്രസംഗം പറയും. കർണൻ കഥാപ്രസംഗം ഇങ്ങനെ പറഞ്ഞ് 2.5 മണിക്കൂർ 3 മണിക്കൂറാണ്. ആ കഥാപ്രസംഗം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി വീട്ടിൽ പോകുമ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിക്കും, ഈ കർണൻ CPM-ന്റെ LC സെക്രട്ടറി ഞാൻ ആയിരുന്നു. ഇതാണ് സാംബശിവന്റെ മോഡിങ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കഥയുടെ മോഡിങ് എങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ലെഫ്റ്റ് KPSC-യുടെ നാടകം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം, കൊല്ലത്തിന്റെ നാടകം, കൊല്ലം ഇവരുടെ നാടകം. കേരളത്തിൽ പ്രിയപ്പെട്ടവരെ, തോപ്പിൽ ബാസി എഴുതിയ സിനിമകൾ മൂലധനമായാലും, തോപ്പിൽ ബാസിയുടെ എല്ലാ അനുഭവങ്ങൾ പാളിച്ചകളായാലും, തോപ്പിൽ ബാസിയുടെ 7 സിനിമകളിലും അതിന് അഗ്രഗാണിക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ്. ഇന്നും ഈ വേടന് പറ്റിയ വെച്ചാൽ വേടന് 10 ലക്ഷത്തിൽ ആളുകൾ പങ്കെടുത്തപ്പോൾ ഉണ്ടായ കുഴപ്പമെന്ന് വെച്ചാൽ അതിനിടയിൽ ഈ മോഡിയെ കുറിച്ച് 2 സ്ഥലത്ത് ചീത്ത പറഞ്ഞു. മോഡിയെ ചീത്ത പറഞ്ഞപ്പോൾ മോഡിയെ ചീത്ത പറഞ്ഞതിന് അവിടെ തുള്ളുന്നതിലും RSS പിള്ളേരുണ്ട്, കയ്യുമ്പ കെട്ടിയവരും ഞാനും നെറ്റിക്ക് കൂറിയുള്ളവരൊക്കെ നിന്ന് ആടറുണ്ട്. അവരേറ്റുപാടിയപ്പോൾ ഇവിടെ നിന്ന് കത്ത് പറഞ്ഞു, മോഡിയെ തെറി പറയുന്നിടത്ത് നമ്മുടെ സംഘ അനുകൂലികൾ ഡാൻസ് ചെയ്യണം. അപ്പോൾ വേടനെതിരായി ഒരു പെണ്ണ് കേസ് വന്നു. ആ പെണ്ണ് കേസ് തന്നെ വേടനിപ്പോൾ 30 വയസ്സ് കണ്ടായിട്ടുള്ളൂ. 14 കൊല്ലം മുമ്പ് അയാൾ ഒരു പെണ്ണിനെ പ്രേമിച്ച് ബലാത്കാരം ചെയ്തു അത്ര. ലോക ചരിത്രത്തിൽ പ്രേമിച്ച് ബലാത്കാരം ചെയ്യുന്നത് ആദ്യമായി അതും 14 വയസ്സ്. നമ്മുടെ രാജ്യത്തെ ശശികല ടീച്ചറും ഒരു മോഹൻദാസും എന്നും വാർത്താ സമ്മേളനമാണ്. എന്താ ഇയാൾ അറസ്റ്റ് ചെയ്യാത്തത്? മോനെ, നിന്റെ കൂട്ടത്തിൽ നിന്റെ അടിതട പഠിക്കാൻ പോകുന്ന യോഗത്തിൽ ഒരു പയ്യൻ ഹോമോസെക്ഷലി വിധേയമായി പേടിച്ച് ജീവിതം തകർന്ന് ആത്മഹത്യ ചെയ്തു. ഞങ്ങളെ കൊണ്ടൊന്നും വല്ലാതെ പറയിപ്പിക്കരുത് RSS. നിന്റെ മഹത്വമൊക്കെ ഞങ്ങൾക്കറിയാം. നീ കാണിക്കുന്ന നിന്നോളം വൃത്തികേടുള്ള ഏതെങ്കിലും നിന്റെ മൊറാലിറ്റി എന്താണ്? നിന്റെ സ്വഭാവശുദ്ധി എന്താണ്? ഒരു സ്വഭാവശുദ്ധി ഇല്ലാത്ത പട്ടികജാതി പിന്നോക്ക ഹിന്ദുക്കളെ കൊന്നാൽ ആത്മീയ സംസുഖം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ RSS-ന്റെ നേതാവ് മിനിഞ്ഞാന്ന്? പട്ടികജാതി സ്ത്രീകളെ ബലാത്കാരം ചെയ്താൽ ആത്മീയ സുഖം അനുഭവിക്കുന്നത്. ഏത് ആത്മീയമാണ്? നീ ആരാണ്? ഒരു അമ്പലത്തിനുള്ളിൽ വെച്ച് ഒരു പാവപ്പെട്ട ബാലിയെ ബലാത്കാരം ചെയ്തു കൊന്നതിൽ നിന്റെ ആരൊക്കെയുണ്ട്? കാശ്മീരി താഴ്വരയുടെ മുകളിൽ പശുവിനെയും ആടിനെയും തീറ്റുന്ന ഒരു 13-കാരിയെ എടുത്തുകൊണ്ടുവന്ന് ബലാത്കാരം ചെയ്തവരിൽ നിന്റെ ആരൊക്കെയുണ്ട്? വല്ലാതെ വർത്താനൊന്നും പറയണ്ട.
ആ വർത്താനൊക്കെ പറഞ്ഞ ഞങ്ങളുടെ നാക്കൊന്നും എവിടെയും പണയം വെച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് നിന്നെ ഭയവുമില്ല. നീ ഏതെങ്കിലും വിറ്റേമ തട്ടി ഭയപ്പെടുത്താൻ പരിശ്രമിക്കാൻ വേണ്ട. ഈ മലയാളക്കരയുടെ ചിന്ത എന്ന് പറഞ്ഞ ഞങ്ങളുടെയാണ്. ലെഫ്റ്റിന്റെ ചിന്തയെ നിനക്ക് അതിവേഗം കീഴടക്കാൻ കഴിയില്ല. കേരളം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കേരളം 56-ൽ 4-ാം പാർട്ടി കോൺഗ്രസ് ഈ തൃശ്ശൂർ ജില്ലയിൽ വെച്ചല്ലേ നടന്നത്. അന്ന് ആരായാലും നേതാക്കന്മാരായി വരുന്നത് CK കുമാരപ്പണിക്കർ, R സുഗതൻ, ഇപ്പുറത്ത് TV KR ഗൗരിയമ്മ, KC ജോർജ്, മറ്റേ KV പത്രോസ്, സൈമൺ ആശാൻ ആലപ്പുഴ ഭാഗത്തുനിന്ന്, അപ്പുറത്ത് KPR ഗോപാലൻ, EMS, AKG, അതേമാതിരി AB കുഞ്ഞമ്പ് കിടക്കുന്ന ആളുകൾ വേറെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കൂ. ചുവപ്പ്, വെളുപ്പ്, പച്ച എന്നീ നിറങ്ങൾ ഇടകലർന്ന ഒരു അമ്പരാന്തം നമ്മുടെ രോമാഞ്ചം ഉണ്ടാകുന്ന പേരുകളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഒരിക്കലും ഈ ഇനിയുള്ള കാലത്തൊന്നും അത്തരം ആളുകൾ ജനിക്കാനിടയില്ല, ജനിക്കില്ല, ജനിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ വയലാർ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിക്കയില്ല ഞാൻ നോവുമെൻ ആത്മാവിനെ, സ്നേഹിച്ചിടാത്ത തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞ പോലെയുള്ള ആളുകൾ ഇന്ന് ഇനിയില്ല. പണം പ്ലസ് പണം സമം ലാഭം. ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, വലിയ ആളാവണം. അപ്പുറത്ത് അംബാസഡറിന് മാറി ഇന്നോവ വന്നാൽ എനിക്കും ഇന്നോവ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു അസാമാന്യതയുടെ ഒരു അന്യവർഗ ബോധത്തിന്റെ ഇടയിൽ അവരുണ്ടാവില്ല. അവരാണ് 56-ൽ ഇരുന്നത്. ആ 56-ലെ പാർട്ടി കോൺഗ്രസ് മറ്റേ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് EMS ആണ് പ്രമേയം പാസാക്കിയത്. EMS അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഗംഗയും യമുനയും എല്ലാം ഒരുമിച്ച് കുളിർമ വന്ന് അവരെല്ലാം മുഖത്തോട് മുഖം ചുംബിച്ച് അതിൻ്റെ ഭാഗമായ പ്രണയം വഴിഞ്ഞൊഴുകിയാൽ ഉണ്ടാകുന്ന പേരാണ് EMS എന്ന് പറയുന്നത്. EM ശങ്കരൻ നമ്പൂരിപ്പാടിന്റെ പേരിന് അങ്ങനെ ഒരു മഹത്വമുണ്ട്. ആ EMS ആണ് പ്രമേയം പാസാക്കിയത്. ആ പ്രമേയത്തിലെ ഊന്നൽ ഞാൻ ഒറ്റ വരി പറയാം. ഒറ്റ വരി എന്താണെന്നറിയോ? ജാത്യാചാരത്തെ തകർത്താലല്ലാതെ കേരളം രക്ഷപ്പെടില്ല. എന്താ ജാത്യാചാരം? പട്ടികജാതി, ഈഴവ, പിന്നോക്കക്കാർ, പഞ്ചമന്മാർ, അവരെ കൊല്ലുന്നത് ഐശ്വര്യമുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ദൈവം ഉണ്ടാക്കാത്തവരെ ദൈവം ഉണ്ടാക്കിയവർക്ക് കൊല്ലാം. ആരൊക്കെയാ ദൈവം ഉണ്ടാക്കിയത്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അഞ്ചാമനായി തുടങ്ങുന്നവൻ ഈഴവൻ. ഈഴവൻ മുതൽ താഴെയുള്ളവന്റെ പേര് പഞ്ചമൻ. പഞ്ചമനെ ദൈവം ഉണ്ടാക്കിയവർക്ക് കൊല്ലാം. പഞ്ചമനെ പഠിപ്പിക്കാതിരിക്കാം. പഞ്ചമനെ ബലാത്കാരം ചെയ്താൽ ആത്മീയ സുഖം നേടാം. ഇപ്പൊ പറഞ്ഞു. അവിടെ നിന്നാണ് EMS പറഞ്ഞത്. ഏത്? നമ്പൂതിരി പാടാണ്, വെറും നമ്പൂരിയല്ല. നമ്പൂരിയുടെ പ്രമാണി വിഭാഗത്തെ ആ പാടെന്ന് പറയും. ആ നമ്പൂരിപ്പാട് പറഞ്ഞു എന്ത്? ഈ കേരളം രക്ഷപ്പെടണമെങ്കിൽ ജാത്യാചാരം പൊളിയണം. അങ്ങനെയാണ് 57-ലെ ഗവൺമെന്റ് വരുമ്പോൾ 32 ലക്ഷം പേർക്ക് ഈ 10 സെന്റ് കൊടുക്കുന്നത്. ആ 32 ലക്ഷം പേർക്ക് 10 സെന്റ് കൊടുത്താൽ 32 × 32 64 ലക്ഷം പേർക്ക് കേരളത്തിൽ ജാതിയെ ഭയക്കാണ്ട് ജീവിക്കാം. മാറ എന്ന് പറഞ്ഞാൽ മാറില്ലെന്ന് പറയാം. എന്താടാ മാറാത്തെന്ന് ചോദിച്ചാൽ എന്റെ ഭൂമിയിലാണെന്ന് പറയാം. അതാണ് ജാത്യാചാരം പൊളിച്ചത്. അവിടെ നിന്നാണ് മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസമില്ല. അങ്ങനെ ആ മക്കൾ പഠിക്കാൻ തുടങ്ങിയത്. 12 മക്കളാണല്ലോ ഒന്ന് എല്ലാവർക്കും. ദൈവം ഇങ്ങനെ തരും, നമ്മൾ മേടിക്കും. നമ്മുടെ പണി മേടിക്കൽ മാത്രം. ഇപ്പൊ ദൈവം എന്തോ കൊടുക്കണില്ല, 2, 3, 1 കൊടുക്കണം. അവിടെ എന്തോ ഷോർട്ടേജ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ദൈവത്തിന്റെ കയ്യിൽ, എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് 12, 13 മക്കളെല്ലാം ആരുടെ വീട്ടിൽ പണിയെടുക്കണം? ജമ്മിയുടെ വീട്ടിൽ. കൊച്ചുങ്ങളെ മുഴുവൻ പണിയെടുക്കണം. ഒരു കൊച്ചു മാത്രം വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നുണ്ടാകും. അതിനെ നോക്കാൻ ഒരു കൊച്ചിനെ നിർത്തിയിട്ടുണ്ടാകാം. ബാക്കി 15 ഈ ഭൂസ്വാമിയുടെ പഠിക്കൽ നിൽക്കണം. കൊയ്യാനും മെതിക്കാനും അതേമാതിരി എടുക്കാനും കറ്റ കെട്ടാനും കൊണ്ടുവയ്ക്കാനും നെല്ലുണ്ടാക്കാനും ഊർത്താനും ഒക്കെ നിൽക്കണം. പഠിക്കാൻ വിടില്ല. വിദ്യാഭ്യാസം ബില്ല് വന്നിട്ടും ആരും പഠിക്കാൻ വന്നില്ല. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഒരു പയ്യനെ ആരും അറിയാതെ അച്ഛനും അമ്മയും കൂടി സ്കൂളിൽ വിട്ടു. ആ പയ്യൻ പഠിച്ച് 10ാം ക്ലാസ് പാസ്സായും 10ാം ക്ലാസ് തോറ്റപ്പോഴും അവന് ഗവൺമെന്റ് ജോലി കിട്ടി. ആ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് അവന്റെ ഇരിപ്പിടം മാറാൻ തുടങ്ങി. അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞു, എന്ത്? കീറപ്പായിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി മോനെ, പറ്റുമെങ്കിൽ അടുത്ത തവണ ശമ്പളം കിട്ടുമ്പോൾ ഒരു പായ വേണം. പായ.
അവൻ പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ മേടിച്ചു കൊടുത്ത ജാക്കറ്റാണ്, ഇന്നും അവൾ അതാ ഉടുന്നത്. അവളുടെ ജാക്കറ്റ് കീറിയോടത്തെല്ലാം അവൾ മുട്ടുസൂചി വെച്ച് പിന്നിയാണ്. മുട്ടുസൂചി തിരിഞ്ഞു വരുമ്പോൾ അവളുടെ മാറിൽ കൊണ്ടും അവളുടെ ഷോളറിൽ കൊണ്ടും ചോര ഒഴുകുന്നത് അച്ഛൻ കാണാറുണ്ട്. പറ്റുമെങ്കിൽ നിന്റെ അമ്മയ്ക്കൊരു ജാക്കറ്റ്, നഗ്നരായി വീടിനകത്ത് നിൽക്കുന്ന നിന്റെ സഹോദരങ്ങൾക്കൊരു ജാക്കറ്റും ഒരു ഷർട്ടും. അങ്ങനെ പതുക്കെ പതുക്കെ ആരംഭിച്ചതല്ലേ കേരളത്തിൻ്റെ വളർച്ച. അവിടെ നിന്ന് വളർന്ന് 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 പിന്നെ എങ്ങനെയായി? ആകാശവാണി റേഡിയോ ആയി, പിന്നെ മറ്റേ ടേപ്പ് റെക്കോർഡായി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയി, കളർ TV ആയി, ലാപ്ടോപ്പായി, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സൗകര്യപ്രദമായ ഉപകരണങ്ങളായി ലോകപ്രശസ്തമായ ഒരു മലയാളക്കര എങ്ങനെയുണ്ടായി? ഇങ്ങനെയാണ്. വിശദാംശങ്ങളിൽ കിടക്കാൻ ഇപ്പൊ തന്നെ 2 മണിക്കൂർ ഉണ്ടായിരുന്നു. വായ തുറന്നാൽ നിർത്താനും അറിയില്ല. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് 67 ഗവൺമെന്റ് വന്നപ്പോഴാണ് കാർഷിക ബന്ധ നിയമം. കൃഷിഭൂമി കൃഷിക്കാരനെ ഇങ്ങനെ പരിചാക്കര വെച്ച് നമ്പൂരിമാരുടെ ചില നമ്പൂരിമാരെ എല്ലാ ഭൂമിയും കൊണ്ടുപോയി. നമ്പൂരിമാർ പുറത്തിറങ്ങാത്തതുകൊണ്ട് അകത്തിരുന്ന് ശമിച്ചു. ഏത്? ഗുരുവായൂരപ്പൻ അവനുള്ളിൽ കൊടുത്തോളൂ. 30 ഏക്കർ 40 ഏക്കർ ഉണ്ട്. അവരത് ചെയ്ത് കൃഷി ചെയ്ത് കുറേ കാലം ചെയ്തു. കൃഷി ചെയ്തൊക്കെ ലാഭമുണ്ടായി. കുറേ കഴിഞ്ഞപ്പോൾ ഈ ചെളി, പിറവള, പാമ്പ് ചെച്ചു. അപ്പോൾ അവരതെല്ലാം വിറ്റോ വിൽക്കാതെയോ എല്ലാം കള്ള് ഷാപ്പിൽ ലേലം ചെയ്തു. കള്ള് ഷാപ്പിൽ ലേലം ചെയ്തപ്പോൾ കള്ള് വൈകുന്നേരമായപ്പോൾ പുളിച്ചമ്മണം അയച്ചു. അത് മാറ്റി ചാരായ ഷാപ്പ് തുടങ്ങി. ചാരായ ഷാപ്പ് ആൻ്റണി വന്ന് ഞെട്ടി ഞെട്ടി എന്ന് പറഞ്ഞപ്പോൾ നിന്നു. അപ്പോൾ അവർ ബാറ് തുടങ്ങി. ബാറ് തുടങ്ങിയ ആളുകൾക്ക് ബാർ മുതലാളി പോടുന്നപ്പോൾ മോശം വന്നപ്പോൾ അവർ കോളേജ് തുടങ്ങി. ഞാൻ അധികമൊന്നും പറയുന്നില്ല. കേരളത്തിലെ കൃഷിഭൂമിയിൽ നിന്ന് വളർന്നു വന്ന കേരളത്തിന്റെ ജീവിത സാഹചര്യത്തിന്റെ കഥയാണ് ഇന്നത്തെ കേരളം, ഇന്നത്തെ സമ്പന്നമായ കേരളം. 67 കഴിഞ്ഞ് 80 വന്ന് വേഗം പറഞ്ഞാണ്ട് അവസാനിപ്പിക്കുക. അന്നല്ലേ നായനാരോട് EMS പറഞ്ഞു, നായനാർ പാടത്തൊക്കെ പണി വളരെ കുറവാണ്, എന്തെങ്കിലും ഈ പാവം നിർത്തി ചെയ്യണം. അങ്ങനെയാണ് ഗൗരിയമ്മയും നയനാരും EMSും ഒക്കെ കൂടി ഇരുന്നുണ്ടാക്കിയതിൻ്റെ പേരാണ് എന്ത്? 45 രൂപ കൊടുക്കുന്ന പണി പെൻഷൻ. 4 10-ന്റെ നോട്ടും 5-ന്റെ നോട്ടുമാണ്. ഇന്ന് ആ 45 അന്ന് 45 രൂപയ്ക്ക് 1.5 പറ അരി കിട്ടും, 5 ലഡ്ഡു കിട്ടും. കൊച്ചുമകനെ കൊണ്ടുപോകാൻ ഒരു ഉടുപ്പം മേടിക്കാം, ബാക്കി 20 രൂപ ഉണ്ടാവും. ആ 45 രൂപയാണ് അന്ന് കൊടുത്തത്. അന്ന് ഇന്നത്തെ വേണുഗോപാൽ പറഞ്ഞ പോലെ തന്നെയല്ലേ കരുണാകരനും പറഞ്ഞത്. വേണുഗോപാൽ എന്താ പറഞ്ഞത്? കൈക്കൂലി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. കുറച്ചും കൂടി ഒരു സഭ്യമായ ഭാഷ. കരുണാകരൻ എന്താ പറഞ്ഞത്? പെൻഷൻ എന്ന് പറഞ്ഞപ്പോ നയനാർ പോലുള്ള കർണാറാ പുകല പോലെ ഉണങ്ങിയിരിക്കുന്ന കർഷക തൊഴിലാളിന് എന്ത് പെൻഷൻ ഉത്പാദന താൻ പ്രതീക്ഷിക്കുന്നത്? നയനാർ പറഞ്ഞാൽ തെറിയാവില്ല, ഞാൻ പറഞ്ഞാൽ തെറിയാവും. പ്രിയപ്പെട്ടവരെ, മാവേലി സൂര്യണ്ടോന്നു അപ്പൊ വാമൻ സൂര്യ. ഈ കേരളത്തിൽ ഏത് സന്ദേശത്തെയും തകർക്കുന്നവരാണെന്ന് പറഞ്ഞ് 6 വരിപ്പാത പണിതവന്റെ കുഴപ്പം കൊണ്ട് ഒരു സ്ഥലത്ത് ഇടിഞ്ഞപ്പോ ഇവിടുന്ന് UDFന്റെ ജാഥ എന്ത്? കേരളം പണിത് 6 വരിപ്പാത പൊളിഞ്ഞ്. ഞങ്ങൾ പണിതല്ല. നിങ്ങൾക്ക് എന്താ കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ അളിയനാണോ? എന്താ പറയാൻ വിഷമം? ഏത് നല്ല കാര്യത്തെയും എതിർക്കുന്നവരാണ് നിങ്ങൾ. ഇനിയും വെള്ളപ്പൊക്കം വരുമല്ലോ എന്ന് സന്തോഷിച്ച ഒരാളുടെ പേരാ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പൊ കാണാം, മനസ്സിലായ? കേരളത്തിലെ എല്ലാ ചതുർത്ഥിയാണ് നിങ്ങൾ, ദശാസന്ധിയാണ് കോൺഗ്രസ്. നിങ്ങൾ ഈ കേരളത്തിലെ വളർച്ച. അപ്പൊ 87 വന്നപ്പോൾ സാക്ഷരതാ പ്രസ്ഥാനം. ഞാനന്ന് DYFയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. അരിക്കലാബ് കൊണ്ട് ഈ പെട്രോമാക്സ് കൊണ്ട് വീടുകളിൽ ചെല്ലുമ്പോൾ അമ്മമാരിൽ നിന്ന് ഉറങ്ങിയിരിക്കും. അല്ല ഒന്നാമത്തിന് വയ്യ, 50-60 വയസ്സായി. അപ്പം ഇങ്ങനെ വിളിക്കുക, ആല് കോട്ടുവായി എടുത്ത് എണീക്കും. നമുക്ക് പഠിക്കാം, ഇന്ന് പഠിക്കണമെന്ന് ചോദിക്കും, പഠിക്കണമെന്ന് നിർബന്ധിക്കും. അങ്ങനെയാണ് ഒക്കെ പറഞ്ഞ അപ്പോന്നൊക്കെ പറഞ്ഞ ഉറങ്ങി. ആ പഠനത്തിന്റെ ബേസ് അല്ലേ ഇന്ന് പോസ്റ്റ് ഫോൺ പേ വാങ്ങി വാങ്ങിയത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ കാലഘട്ടത്തിൽ ഏത് ബസ് സ്റ്റാൻഡിലും ഏത് ബസ് സ്റ്റോപ്പിൽ വന്നാലും ഏതെങ്കിലും ഒരു വയസ്സായ ആണോ പെണ്ണോ മോനെ ആ ബസ് എവിടേക്കാ പോണെന്ന് ചോദിക്കും. നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരാൾ ചോദിക്കുന്നുണ്ടോ എവിടേക്കാണ് ബസ് പോണേന്ന്?
ആരാ അതിലേക്ക് എത്തിച്ചത്? അതിന്റെ ബേസ് എന്താണ്? അതിന്റെ കർമ്മികൾ ആരാണ്? അതിനെ പിന്തുണച്ചവരാരാണ്? ആ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? സാക്ഷരതാ പ്രസ്ഥാനം. 96 EMS തന്നെയാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 995 EMS നടത്തിയ സെമിനാറിൽ ഗുലാത്തിയൊക്കെ ഉണ്ടായി. ആ സെമിനാറിലാണ് EMS പറഞ്ഞത്, ആധുനിക പുത്തൻ സാമ്പത്തിക നയം കേരളത്തെ ഇല്ലാതാക്കാൻ പോകുന്നു, പരമ്പരാഗത വ്യവസായം തകരാൻ പോകുന്നു, സമ്പത്തുൽപാദന മേഖല ഇടിഞ്ഞു പോകുന്നു, കേരളം രക്ഷപ്പെടണമെങ്കിൽ അധികാരം താഴേക്ക് പമ്പ് ചെയ്യണം. അധികാരം താഴേക്ക് പമ്പ് ചെയ്യുന്നതിന് EMS ഇട്ട ഓമന പേരാണ് ജനകീയ ആസൂത്രണം. ആ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമാണ് പഞ്ചായത്തിൽ സ്ത്രീകൾ ജയിച്ചു വരാൻ തുടങ്ങിയത്. 30% സ്ത്രീ സംവരണം VSന്റെ കാലത്ത് അത് 50 ആവുന്നത്. നമ്മുടെ പഴയ കാലത്ത് ഏതെങ്കിലും പാർട്ടി സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുമോ? 8ാം വാർഡ് കൊടുക്കാന്ന് പറയും. കാരണം 8ാം വാർഡ് തോക്കണ വാർഡായിരിക്കും. ആര് ചെന്നാലും ജയിക്കാത്തൊരു വാർഡ് നോക്കി സ്ത്രീക്ക് കൊടുക്കും. നമ്മളും മോശമായിരുന്നില്ല, നമ്മുടെ കയ്യിലൊന്നും മോശമില്ല. നമ്മളിലുണ്ടെന്ന് ഇച്ചിരീശ പുരുഷ മേധാവിത്വമൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? സ്ത്രീകൾക്ക് സീറ്റൊന്നും കൊടുക്കണ്ട, അവര് നിൽക്കട്ടെ, അവര് സ്കോഡ് വർക്ക്. പക്ഷേ നിയമം വന്നപ്പോൾ അവർക്ക് ഇനി ആരും സീറ്റ് കൊടുക്കേണ്ടതില്ല. കാരണം 20 ഉണ്ടെങ്കിൽ 11 ഇപ്പൊ അവരുടെ ഇല്ല. വേണമെങ്കിൽ അവർക്ക് 20 നിൽക്കാം. ജനറൽ സീറ്റ് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ കുത്തകയാണെന്ന് തിരിച്ച് കുറെ പാവങ്ങൾ നടക്കുന്നുണ്ട്. ജനറൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ മത്സരിക്കാമെന്നാണ്. അതിന് പുരുഷൻ കണ്ടെത്തിയ മാർഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രം മത്സരിക്കാവുന്നതിന്റെ പേരാ ജനറൽ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ സീറ്റ് എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, മിടുക്കികളായി എല്ലാം ജനകീയ ആസൂത്രണം സ്ത്രീ ശാക്തീകരണത്തെ കരുത്തുള്ളതാക്കി. പണ്ടൊരു 8 മണിക്കൊക്കെ പെൺകുട്ടികൾ വണ്ടി പറ്റി നടന്നു പോകുമ്പോഴോ ബസ്സിലിറങ്ങി പോകുമ്പോഴോ കാരണന്മാരെ ഒരു കുശലാന്വേഷണം എന്ന് പറയുന്ന ഒരു പഞ്ചാരടിയുണ്ട്. അത് വേറെ, അതിന് പേര് കുശലാന്വേഷണമാണ്. എങ്ങനെ മോളെ ഇത്ര നേരം വയ്യ, എത്ര സൂക്ഷിക്കണം, ഇയാൾ പറഞ്ഞില്ലേ സൂക്ഷിക്കില്ലല്ലോ. ഇന്ന് ആരെങ്കിലും പറഞ്ഞ പെമ്പിള്ളേര് മേല് വണ്ടി കയറ്റും. അവൾ IT മേഖലയിൽ നിന്ന് വിശന്നിട്ട് പാഞ്ഞു വരുന്ന സമയം പെൺകുട്ടികൾ എല്ലാ മേഖലകളിലേക്കും ജോലിയിൽ കയറിയ നാടായി കേരളം മാറാൻ പോവാണ്. ഹരിതകർമ്മസേനയിൽ എവിടെ എന്താ പുരുഷനില്ലാത്തത്? തൊഴിലുറപ്പ് മേഖലയിൽ എന്താ അധികം പുരുഷനില്ലാത്തത്? എന്താണ് പെട്രോൾ പമ്പിൽ മലയാളി പണിയെടുക്കാത്തത്? എന്താ സൂപ്പർ മാർക്കറ്റിൽ ആണുങ്ങളില്ലാത്തത്? ഏത് പണിയും മോശമല്ല എന്നതിലേക്ക് പെൺകുട്ടികളെത്തി. അതിനാണ് ശാക്തീകരണം. അതാണ് പെൺകുട്ടികളുടെ യാത്ര. പെൺകുട്ടികൾ ഏത് രാത്രിയും യാത്ര ചെയ്യാം. പെൺകുട്ടിക്ക് രസമയം എന്നൊരു സമയം ഇല്ലാതായത് എങ്ങനെയാണ്? ശാക്തീകരണം. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കേരളത്തിലെ ആണുങ്ങൾ ആരും പഠിക്കുന്നില്ല. അപ്പോഴും യൂട്യൂബൊക്കെ നോക്കി ഉല്ലാസമണ്ഡലത്തിന്റെയും ബിനോടിമാലിന്റെയും സ്കിറ്റൊക്കെ വെറുതെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. കുറച്ച് പേര് റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇല്ല, എന്നാലും ആ പേര് പറഞ്ഞു പോകും. വൈകുന്നേരം 50 കിലോ ആപ്പിളും മുന്തിരി കൊണ്ട് വരണാണ്. എവിടെ ഒന്നും അറിയില്ല, എങ്ങനെയോ വരും. മനസ്സിലായില്ലേ? ആണുങ്ങൾ ഈ പെൺകുട്ടികളെ സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി ബൈക്കിന്മ കൊണ്ടുവന്ന് എത്തിക്കലാ പണി. എന്നിട്ട് പറയും 5:30 കാണാം, എന്നിട്ട് ധൃതി പിടിച്ച് പോണ കണ്ട വീട്ടിൽ പോയിട്ട് എന്തോ ചെയ്യാം. ഒന്നുമില്ല, വെറുതെ ഇരിക്കാം. ആണുങ്ങൾ പണിക്ക് പോകാത്ത നാടായി മാറുകയാണ് കേരളം. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗാളികളായി കേരളത്തിലെ ആണുങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാന്താരി മുളക് പിടിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ചെടി വെക്കണം എന്ന് നിർബന്ധിച്ച ഒരു പൂച്ചപാലം വയ്ക്കും, ഉപദ്രവമുള്ളത്. മനസ്സിലായോ? മലയാളി എങ്ങനെയാണ് ജനകീയ ആസൂത്രണത്തിലൂടെ മാറിയതെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. മാറി മാറി മലയാളി പിന്നീട് VSന്റെ ഗവൺമെന്റ് വന്നു 2006. ആ 2006 ഗവൺമെന്റിന്റെ തണ്ണീർത്തട നിയമമാണ് ഈ പാടങ്ങൾ ഇപ്പോഴും കാണുന്നത്. ഒരു തവളയെ കാണാൻ പറ്റുന്നത്, ഒരു മീൻ പറ്റി ചാടുന്നത്, ഇച്ചിരി വെള്ളം അവിടെ കാണുന്നത്, ഒരു കുട്ടപ്പാമ്പ് അവിടെ ഒഴിപോകുന്നത് ഈ നിയമത്തിന്റെ ഭാഗമാണ്. ഈ നിയമമില്ലെങ്കിൽ ഈ പാടം മുഴുവൻ വാർക്കക്കാലാൽ നിറഞ്ഞേനെ. അതാണ് പ്രിയപ്പെട്ടവരെ 96. പിന്നീട് വന്ന 10 കൊല്ലക്കാലത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഉമ്മൻചാണ്ടിക്ക് ശേഷം അത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുള്ളല്ലോ. ഈ കഴിഞ്ഞ 10 കൊല്ലം ആ ചെയ്തതിനെതിരായി ഏതെങ്കിലും ഒരു ജനം കുറ്റം പറഞ്ഞു? നിങ്ങൾ 6 വരി പാത പണിയെന്ന് മോശമെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യം ഉണ്ടാക്കിയത് തെറ്റാണെന്ന് പറയാൻ പറ്റും? അംഗനവാടി സ്മാർട്ട് അംഗനവാടിയായത് മോശമാണോ?
കേരളത്തിൽ പ്രിയപ്പെട്ടവരെ KSRTC നല്ല വണ്ടി മേടിച്ച് KSRTC ലാഭത്തിലായത് മോശമാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാകുന്നത് മോശമാണ്. കേരളത്തെ വിദ്യാഭ്യാസ മേഖല ഹൈടെക് ആകുന്ന മോശമാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉച്ച കഴിഞ്ഞാൽ എല്ലാ ആൺപിള്ളേരും ഷർട്ട് ഊരി ഇങ്ങനെ വീശി നടക്കണ കാണാം. അത് അങ്ങനെ ഒരു നിയമമുള്ളതുകൊണ്ടല്ല, വിയർത്ത് മുങ്ങിയിട്ട് നിക്കക്കള്ളിയിലാണ്ട് വീശണത്. ഇന്ന് ഏതെങ്കിലും സ്കൂളിൽ കുട്ടികൾ വീശുന്നുണ്ടോ? ഏതെങ്കിലും കുട്ടികൾക്ക് വിശപ്പുണ്ടോ? വിശപ്പ് രഹിതമാകാണ് കേരളം. വിശപ്പ് രഹിതമായാൽ ഒരു കുഴപ്പമുണ്ട്, അവിടേക്ക് ജാതി പതുക്കെ കയറും. വിശപ്പില്ലാത്തവരെല്ലാം ഒരു ജാതിയാണ്. അത് നായരും നമ്പൂരിയും ഇസ്ലാമും ക്രിസ്ത്യാനിയും വഹാബിയും സുന്നിയും യഹോബിസും ഓർത്തഡോക്സും റോമൻ കത്തോലിക്കനും പെന്റിക്കോസ്റ്റും വിശക്കുന്നവരെല്ലാം ഒരു വർഗം. നമ്മുടെ വിശപ്പ് മാറിയാൽ നമ്മുടെ സ്വഭാവം മാറും. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ മുകളിൽ നമ്പൂരിസ് നേടും. അപ്പോൾ നമ്മൾ മാട്രിമോണി ഈഴവന്റെയും നായരുടെയും നമ്പൂരുടെയും പ്രത്യേകം ഇറക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ദൈവത്തിനെ ആരാധിക്കാൻ ഒരു ക്ഷേത്രം നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ദൈവത്തോട് പറയും, ശിവ സമയമുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ സൈഡിലിരുന്ന വേണമെങ്കിൽ ഞാൻ തൊഴാം. അപ്പൊ ശിവൻ രണ്ടാം സ്ഥാനത്താണ്, നമ്മൾ തൊഴുന്ന ആൾ ഒന്നാമത്. എല്ലാ ചാത്തന്മാരും എല്ലാ കൈനോട്ടക്കാരും എല്ലാ കൈവിഷക്കാരും എല്ലാ കൂടോത്രക്കാരും ഒന്നാമതാവും. ഇങ്ങനെയാണ് നമ്മുടെ വിശപ്പുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. വിശപ്പുണ്ടെങ്കിൽ ഒരു കടയിൽ പോയി ഒരു ഉണ്ടംപരി മേടിച്ച് പകുതിയും കൂടി കഴിക്കും. ഞങ്ങളൊക്കെ കോളേജിലും സ്കൂളിലും അത് കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മാക്സിമം വലിയ ഭക്ഷണം ഏതാണെന്നറിയോ? ഉള്ളാഞ്ചിലെ മസാല ദോശ. അത് തന്നെ എല്ലാവരും പോയി എന്ന് ഉറപ്പാകുമ്പോഴേ കയറുള്ളൂ. കാരണം അപ്പുറത്തൊന്നും മേടിച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ല. മനസ്സിലായിട്ടുണ്ടോ? ഈ അലമാരിയിലൊക്കെ നല്ല ഇന്നൊക്കെ ഉണ്ടംപരി അല്ലെങ്കിൽ സുഖിയൻ അല്ലെങ്കിൽ മറ്റേ മസാല ബോണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് വേണം? പക്ഷെ അന്ന് ഈ അലമാരിയിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൊതിയുണ്ട്. എങ്ങനെ ഒരെണ്ണം മേടിക്കണം കഴിക്കണം. ബ്ലോക്ക് സെക്രട്ടറിയൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്ത് എങ്ങനെയെങ്കിലും രണ്ടെണ്ണം മേടിച്ച് കഴിച്ച് ആരും കാണാതെ വെള്ളം കുടിച്ച് ഇടൂ. ഇന്ന് ആ കാലം പോയതിന്റെ ഭാഗമായി 100 ആൾ ഒരു സ്ഥലത്ത് വന്നാൽ, ഒരു പട്ടണത്തിൽ വന്നാൽ 100-ലെ 50 ആളും തിരയുന്നത് എന്താ? പ്ലാസ്റ്റിക് ഉറയിൽ വീർപ്പ് മുട്ടി പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന പകുതി വന്ന ചപ്പാത്തിയാണ്. അതങ്ങനെ ചുരുട്ടിക്കൂട്ടി ബൈക്കിന്റെ സൈഡിൽ വെച്ച്. പിന്നെ 20 ആളുകൾ നോക്കുന്നത് ബിവറേജ് ആണ്. ഒരു തർക്കം ഉണ്ടാവില്ല. ഒരു മറ്റേ ഇതിന്റെ മുകളിൽ കൂടെ, ഈ മഞ്ഞിന്റെ മുകളിൽ കൂടെ തർക്കമില്ലാതെ നടന്നു പോകുന്ന കുറച്ച് ആളുകൾ. പിന്നെ ഒരു 5 ആളുകൾ ബേക്കറി, 5 ആളുകൾ 56-15 ലോട്ടറി. ആ ലോട്ടറി ആണെങ്കിൽ ഈ ലോട്ടറിക്കാരൻ പോണാൻ നേരത്തായിരിക്കും ഇവൻ ഇത്തിരി ബാറിലൊക്കെ പോയിട്ട് വരുന്നത്. അപ്പോൾ ഇയാൾ ലോട്ടറിക്കാരൻ പറയും, എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ എടുത്തു വെച്ച ടിക്കറ്റാണ്, വേണമെങ്കിൽ തരാൻ തട്ടിപ്പറിച്ച് നമ്മൾ മേടിക്കും. എന്നാ താൻ എടുത്തു വെച്ചോ, തനിക്ക് അടിക്കട്ടെ എന്ന് പറയാനുള്ള സാമാന്യ സെൻസ് എന്ന് പറയുന്ന ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ, അത് നമുക്കില്ല. നമ്മുടെ ആർത്തി അങ്ങോട്ട് മൂത്തിട്ട് നമ്മൾ പറയും അങ്ങോട്ട് ബാക്കിയെല്ലാം ഇങ്ങോട്ട് താക്കും. ഇപ്പൊ ഈ ഒരു സിനിമയില് ഈ സലീം കുമാർ അവിടെ ചപ്പാത്തി വിളമ്പുണ്ടെന്ന്, ബിരിയാണി വിളമ്പുണ്ടെന്ന് പറയും. ഇപ്പൊ എല്ലാവരും കൂടി അങ്ങോട്ട് പോകും. അപ്പോൾ സലീം കുമാർ എന്തിനാടോ ഒരു പറ്റിക്കലെന്നാണ്, ഒരു സുഖം എന്ന് പറയും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇയാളോട് സലീം കുമാർ. അപ്പോൾ ആളുടെ ചോദിക്കുക എന്തിനാ? അല്ല, ഞാൻ വെറുതെയാണ് പറഞ്ഞെങ്കിൽ അവിടെ ബിരിയാണി വിളമ്പത്തുണ്ടെങ്കിലും. ഇതാള് മലയാളി. ഒരു 100 രൂപയുടെ സഹകരണ സംഘത്തിൻ്റെ വാർഷിക മറ്റേ സമ്മേളനം നടക്കുമ്പോൾ 100 രൂപ DA കൊടുക്കുന്ന മേടിക്കാൻ 3000 ഉറുപ്പിക്ക് കാർ വിളിച്ചു വരും. 100 രൂപയാണ് 3000 രൂപയ്ക്ക് കാർ. ഒരു സ്ഥലത്ത് ഞാനൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒരാൾ മൂവാറ്റുപുഴയിൽ നിന്ന് വന്നിക്കണം. അപ്പം ഞാൻ ചോദിച്ചു എത്ര രൂപയായി കാറിന്? 3700 രൂപ. ഇവിടെ നിന്ന് എത്ര രൂപ കിട്ടുന്നുണ്ട്? 100 രൂപ. അപ്പം എത്ര ലാഭമുണ്ട്? 3600 രൂപ നഷ്ടം. മലയാളി ഇങ്ങനെയാണെന്ന്. സ്വാർത്ഥത എന്ന് പറയുന്നത് ഏത് ഹോട്ടലിൽ കയറിയാലും, കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ കയറിയാലും 50 രൂപയ്ക്ക് ഒന്നുണ്ട്. കുടുംബശ്രീ ഹോട്ടലിൽ പോയാൽ 30 രൂപയ്ക്ക് കിട്ടും. 30 രൂപ. 30 രൂപയ്ക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഒരു ചോറുണ്ടാവും, ആവശ്യത്തിന് ഭക്ഷണം. ആദ്യമല്ലേ നമ്മൾ മേടിക്കുള്ളൂ, പിന്നെ മേടിക്കുന്ന ഒരു കുറവാണ്. ചോറുണ്ടാവും, ഒരു മീനില്ലാത്ത മീൻകറി ഉണ്ടാകും, പിന്നെ മീൻചാറുണ്ടാകും, പിന്നെ ഒരു കഷ്ണവുമില്ലാത്ത സാമ്പാറുണ്ടാകും. അതേമാതിരി വെളുത്തതാണോ അല്ലയോ എന്ന് തോന്നുന്ന ഒരു മോരുണ്ടാകും. വെള്ളപ്പശുക്ക് ഇറങ്ങിച്ചാടിയ പോലെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഒരു അച്ചാറുണ്ടാവും, തോരനുണ്ടാവും.
എന്തായാലും 50 രൂപയ്ക്ക് കിട്ടി. ഞങ്ങളൊക്കെ വിളിച്ച മുദ്രാവാക്യം റഷ്യ, ചൈന, വിയറ്റ്നാമുകളിൽ സമത്വം നിന്ന് തുളുമ്പുമ്പോൾ എന്താണ് ഇവിടെ സ്ഥിതി എന്ന് പഞ്ഞം പട്ടിണി പരിവട്ടെന്നാണ്. ഇന്ന് റഷ്യയിൽ പട്ടിണിയാണ്. ചൈന പോലും നമ്മുടെ പോലെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയ സ്ഥലമല്ല. കേരളം പ്രിയപ്പെട്ടവരെ മുതലാളിത്ത സമൂഹത്തിനകത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റ് മാത്രമാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എവിടെ ഇങ്ങനെ എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ പറ്റുന്നത്? അത്ഭുതകരമാണ്. ഒരു മുതലാളിത്ത സമൂഹത്തിനകത്ത് അതിൻ്റെ അധികാര പരിമിതിയുള്ള ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാവുന്നത് എങ്ങനെയാണ്? അതാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഗവൺമെന്റ് താഴെ ഇറക്കുക എന്നാണ്. അതാണ് ബദൽ. എന്താണ് ബദൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ബദൽ. പണം 100 രൂപ കിട്ടിയാൽ 45 രൂപ താഴേക്ക്, 55 രൂപ കൊണ്ട് KSRTC മുതലുള്ള എല്ലാം നോക്കുക. ഇപ്പൊ കേരളത്തിലെ KSRTC 13 കോടി പെർ ഡേ കിട്ടുന്നത് എങ്ങനെയാ ലാഭകരമാണ്? എറിയാൻ അറിയുന്നുണ്ടെങ്കിൽ വടി കൊടുത്താൽ എപ്പോഴും ലാഭം. ഇനി ലാഭത്തിലാണ്. KMML ലാഭത്തിലാണ്. സോപ്പ് ആൻഡ് ഓയിൽ ലാഭത്തിലാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭത്തിലാണ്? പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശ്രദ്ധയാണ്, ജാഗ്രതയാണ്. പണമില്ല. 1 ലക്ഷം കോടി ഉറുപ്പികയാണ് 10 കൊല്ലം കൊണ്ട് തരാനുള്ളത്, കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ളത്. അതിനെ മൂളി കയറിയിരിക്കുകയാണ് ആര്? മന്ത്രി നിർമ്മല സീതാരാമൻ. പണമില്ലാതെ വന്നപ്പോ ബാലഗോപാല് മറ്റേ കാവി എടുത്തിട്ട് പഴനിക്ക് പോകണോ ചെയ്ത്? നികുതി പിരിവ് വർദ്ധിപ്പിച്ച് നികുതി പിരിവിന്റെ മൂർധന്യത്തിലാക്കി. പ്രിയപ്പെട്ടവരെ, ഒറ്റ ദിവസം പോലും ട്രഷറി പൂട്ടിയോ കേരളത്തിൽ? ഒരു ദിവസം. അതാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഈ കേരളത്തിലെ പള്ളി പൊളിയാതിരിക്കുന്നതും അമ്പലം തകരാതിരിക്കുന്നതും അവിടുത്തെ മുല്ലാക്കയുടെയും പള്ളിയിലച്ഛൻ കരാട്ട പിടിച്ചുണ്ട്. CCTV ഉണ്ടല്ലോ. ആണോ? പള്ളി പൊളിയില്ലെന്ന് മാത്രമല്ല, പള്ളിയുടെ മുമ്പിൽ തുറപ്പിച്ച് നോക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു മഹാപ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടെന്ന കഥ നിങ്ങൾ അറിയണം. സോവിയറ്റ് യൂണിയൻ തകർന്നില്ലെങ്കിൽ സദാം ഹുസൈനെ തൊടില്ല. സോവിയറ്റ് യൂണിയൻ തകർന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മഡുറോനെ പൊക്കില്ല. സോവിയറ്റ് യൂണിയൻ തകർന്നില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ കശാപ്പിയില്ല. ബംഗാളും ത്രിപുരയും ഉണ്ടായിരുന്ന ഈ കേരളത്തെ പട്ടിണിക്കിടില്ല. പട്ടിണി കിടപ്പെട്ടപ്പോഴെല്ലാം BSന്റെ ഗവൺമെന്റ് കാലത്ത് ബംഗാളിൽ നിന്ന് അരി വന്നത് ഓർമ്മയുണ്ടോ? 4 ട്രെയിൻ, കൽക്കട്ടയിൽ നിന്ന് 4 സ്പെഷ്യൽ ട്രെയിൻ, തൃശ്ശൂര്, ചാലക്കുടി, അതേമാതിരി എറണാകുളം, ആലുവ, കൊല്ലം, തിരുവനന്തപുരം, അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ അരി തോനെ ജയാരി. ഒറ്റയാണ് നമ്മള്. പക്ഷേ ഇവിടെ ഒരു പള്ളിയും പൊളിയില്ല, ഒരു ക്ഷേത്രവും തകരില്ല. 8 മണിക്ക് ക്ഷേത്രം അടയില്ല. എന്താ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്? ഒരു തീവ്രവാദത്തിനും ക്ഷേത്രത്തിൽ വരാൻ കഴിയില്ല. ഒരു തീവ്രവാദത്തിനും പള്ളി പൊളിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാർ ജീവിച്ചിരിക്കുന്നവരെ ഞങ്ങൾക്കത് വാക്ക് തരാൻ കഴിയും. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ബ്രാഞ്ച്. ഞങ്ങൾ മുസ്ലിം നോക്കും. മുസ്ലിം നോക്കിയിട്ടാണോ 4 കോടി മുസ്ലിമുള്ള ഉത്തർപ്രദേശിൽ പള്ളി പൊളിച്ചത്? അവിടെ 4 കോടി മുസ്ലിം ഇല്ല. നിങ്ങൾ ഒരുമിച്ചാണ് എന്നാ പോരുന്നു. എന്താ മറ്റേ മണിപ്പൂരിൽ എത്ര ക്രിസ്ത്യാനിയുണ്ട്? 37%. കത്തോലിക്കനും കൺവെർട്ടൽ ക്രിസ്ത്യനും അടക്കം 37. ഇനി വല്ല പള്ളിയുണ്ടോ അവിടെ? നിങ്ങളുടെ 14 ജില്ലകളിൽ കഴിഞ്ഞ ക്രിസ്മസിന് ഇന്ന് എല്ലാ ക്രിസ്മസ് അപ്പൂപ്പനും നിറവും ചോരയായി, ഉടുപ്പും ചോരയായി. നിറവും ചോരയും ഉടുപ്പ് അങ്ങനെയാവുന്ന വിട്ടുകൊണ്ടിട്ടാണ്. നിങ്ങളുടെ കന്യാസ്ത്രീ ഛത്തീസ്ഗഡിൽ നിങ്ങളുടെ കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം ഊരിയ ലോകകപ്പിൽ കൊണ്ടുവന്നത്. ഈ കേരളത്തിൽ ഒരു കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രത്തിന് തൊടാൻ ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ? എന്താ കാര്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതിനാടോ ഞങ്ങളെ 216 രക്തസാക്ഷികളായ ഒരാളാണ്. ഞങ്ങൾ മരിച്ചതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയല്ല, അതെ, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് കുറ്റം പറയാം. ഞങ്ങൾക്ക് കുറവുകളൊക്കെ ധാരാളമുണ്ട്. ഞങ്ങൾ മനുഷ്യരല്ലേ, ദൈവമല്ലല്ലോ. ഞങ്ങളുടെ മനസ്സിൽ അസൂയ ഉണ്ടാവില്ല, സമൂഹത്തിൽ കുരിശുണ്ടാവില്ല, ഒക്കെ ഉണ്ടാവുന്നു. ഇപ്പൊ തൊട്ടയിലൊക്കെ ഒരാൾക്ക് 1ാം സമ്മാനം ലോട്ടറി അടിച്ചാൽ നമുക്കൊരു വിഷമം, മിന്നൽ പോവും. നമുക്ക് എടുക്കായിരുന്നു. എടുത്ത ലോട്ടറി ആ സമയത്ത് തിരുവനന്തപുരത്ത് അടിച്ചാൽ കുഴപ്പമില്ല, ആർക്കെങ്കിലും അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനെ തിരുവനന്തപുരത്ത് അടിച്ചത്. മനസ്സിലായില്ലേ? പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ, കോൺഗ്രസ്
നീ വെപ്രാളപ്പെട്ട് നടന്നിട്ട് യാതൊരു കാര്യമില്ല. നിന്റെ വെപ്രാളം കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. സംഗതി 10 കൊല്ലമായി നീ വല്ലാത്ത പ്രയാസത്തിലാണ്. എന്നിട്ട് പണം ഉണ്ടായിട്ടോ തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല എവിടെ നിന്നാണ് BJP 25 ലക്ഷം വെച്ചിട്ടാണ് തിരുവനന്തപുരത്ത് ഓരോ കോർപ്പറേഷനിലും കൗൺസിലും കൊടുത്തത്. ഇത് എവിടെ നിന്നോ പണം? ദാരിദ്ര്യമുള്ള ഒരു നാടിൽ, വിശപ്പ് മാറാത്ത ഒരു നാട്ടിൽ എങ്ങനെയാണോ ഒരു കോർപ്പറേഷന്റെ ഒരു വാർഡിൽ 25 ലക്ഷം? കോൺഗ്രസിന് വിഷമിക്കുന്നത് ഞങ്ങൾക്കറിയാം. ഞാനൊരു കഥ പറയാണ്ട്. ഒരു 3 ആള്, പണ്ടത്തെ കഥയാണ്, 3 ആള് ഒരുമിച്ച് ഒരു തീവണ്ടി സ്റ്റേഷനിൽ തീവണ്ടി കയറാൻ ചെല്ലും. അപ്പൊ തീവണ്ടി കയറാൻ ചെല്ലുമ്പോൾ എന്തുണ്ടാവുന്നത് വെച്ചാൽ, തീവണ്ടിയിൽ എല്ലാവർക്കും നമുക്ക് സുപരിചിതമാണ് ഏത് 3/4 മണിക്കൂർ വൈകിയാണ് തീവണ്ടി. ഏത് തീവണ്ടി അങ്ങനെ. അപ്പൊ മദ്യപാനികളാണെങ്കിൽ, ഇപ്പൊ മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ ലക്ഷമദ്യം വേണം, അച്ഛൻ മരിച്ചാൽ മദ്യം വേണം, അച്ഛൻ കിടന്നാൽ മദ്യം വേണം, കല്യാണം നിശ്ചയത്തിന് മദ്യം വേണം, കല്യാണം ഡേറ്റിന് മദ്യം വേണം, പിന്നെ കൊച്ചുപിറന്ന കുടിയന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും മദ്യം ഉണ്ടാക്കുന്നതിന് പ്രത്യേക രൂപമുണ്ടാകും. അപ്പൊ ഈ 3 ആളുകൾ വിചാരിക്കാൻ 3/4 മണിക്കൂർ വൈകിയാണല്ലോ, അപ്പൊ ലക്ഷം അടിക്കാൻ പോകും. അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്ത് ബാറുണ്ട്. ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വരും. അപ്പൊ വീണ്ടും അനൗൺസ്മെന്റ്, ഈ തീവണ്ടി 1/2 മണിക്കൂർ കൂടിയാണ് വൈകുന്നത്. വെറുതെ കണ്ട വീണ്ടും കുടിക്കാം. അത് കഴിഞ്ഞ് അവർ ഇറങ്ങി ഇങ്ങനെ ബാറിൻ്റെ പുറത്തിറങ്ങുമ്പോൾ, നിങ്ങൾ പോകാനുള്ള തീവണ്ടി 5 മിനിറ്റിനകം ഇന്ന വഴിയിൽ വന്നു നിൽക്കുന്നതാണ്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന വാർത്ത വരുമ്പോൾ ഇവർ ഓടും. ഇത്തിരി മദ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഓടിയിട്ട് എത്തണില്ല. അവസാനം ഇവർ 2 പേര് അതിൽ കയറും. അവർ കയറുമ്പോൾ ഒരാൾക്ക് കയറാൻ പറ്റില്ല. അയാൾ സൂട്ട് കേസൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണ്. അയാൾ ഒരു കസേരം ഇരിക്കുമ്പോൾ റെയിൽവേ പോർട്ടർ വന്ന് ചോദിക്കും, എന്തിനു നിങ്ങൾ മദ്യപിക്കാനൊക്കെ പോയി? 3 പേര് ഒരുമിച്ച് പോകേണ്ടതല്ലേ, താങ്കൾക്ക് പോകാൻ പറ്റിയില്ല, വിഷമമുണ്ട് മോത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞൊരു വാദം ഉള്ളത്, എന്നെ യാത്രയാക്കാൻ വന്നവരാ, എനിക്ക് ടാറ്റ എന്നിട്ട് പോകണം. ഇയാളാ ഒറിജിനൽ യാത്രക്കാരൻ. മറ്റോ പോയി. കോൺഗ്രസ് സണ്ണിയാണോ കയറുന്നത്, സുധാകരനാണോ കയറുന്നത്, KC വേണുഗോപാല കയറുന്നത്, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനൊന്നും കുറ്റം പറയാനില്ല. പക്ഷേ കോൺഗ്രസ് നീ മതേതര പാർട്ടിയാവണം. നിന്റെ മതേതരത്തെയാണ് നീ മുമ്പിൽ നിർത്തേണ്ടത്. മതേതരത്വത്തിന് വേണ്ടിയാണ് വാദിക്കേണ്ടത്. ഈ മതേതരത്വത്തിന്റെ എഴുതിയാളുടെ പേരാ നെഹ്റു. താപ്പ് തരം തഞ്ചമായിട്ട് നടന്ന് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ നടത്തുന്ന പരിശ്രമം ഒരു നാടിനെ ബലി കൊടുക്കുന്നതാണ്. ആ നാടിനെ കാക്കാൻ നമ്മൾ ഉണ്ടാകും. നമ്മൾ തോൽക്കും ജയിക്കും. ഒരു യുദ്ധത്തിൽ തോൽവിയും ജയവും ഉറപ്പാണ്. ഒരാൾക്ക് 1-ാം സമ്മാനം കിട്ടണമെങ്കിൽ 2 ആൾക്ക് 1-ാം സമ്മാനവും 3-ാം സമ്മാനവും കിട്ടണം. ജയവും തോൽവിയെല്ലാം പാർലമെന്ററി ജനാധിപത്യത്തിൽ പതിവാണ്. തോറ്റാൽ അത്യഘാതമായ ദുഃഖമോ ജയിച്ചാൽ അമിതമായ ആഹ്ലാദമോ ഉണ്ടാകുന്നില്ല. ജയിച്ചാൽ ജനങ്ങളെ സേവിക്കാൻ പ്രതിപക്ഷത്തിരുന്നും പറ്റും. ജനങ്ങളെ സേവിക്കാൻ നിയമത്തെ ഉപയോഗിച്ച്, അധികാരത്തെ ഉപയോഗിച്ച് ഭരണകക്ഷിയായാലും പറ്റും. രണ്ടും ജനങ്ങളെ സേവിക്കലാണ്. ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ജയിച്ചവരും ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി തോറ്റവരും എല്ലാം പരിശ്രമിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷത്തിലെ കൊണ്ടുവരുന്നത്, പ്രിയപ്പെട്ടവരെ, പോലീസ് കൈ കാണിക്കുമ്പോൾ ഹെൽമറ്റ് ഇല്ലാതെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ LC മെമ്പറാണെന്ന് പറഞ്ഞ് ഹെൽമറ്റ് ഇല്ലാതെ രക്ഷപ്പെടാനൊന്നുമല്ല. വിചാരിക്കും ഇവർക്ക് LC മെമ്പർമാരുടെ ആഗ്രഹം, അവർക്ക് എന്തുട്ടാ കിട്ടണേ, ഇങ്ങനെ തടയും. അപ്പോൾ ഒരു പോലീസുകാരൻ CAയോട് പറയും, LC മെമ്പർ. അപ്പോൾ പോലീസുകാരൻ പറയും, ഞങ്ങൾക്ക് അതിനപ്പുറം ഒന്നും വേറൊരു ഗുണവും നിന്ന് കിട്ടിയിട്ടല്ല, മനസ്സിലാക്കിക്കോ. കിട്ടുന്നതെല്ലാം ജനങ്ങൾക്കാണ്. ഞങ്ങൾ ഈ 3ാമത് വരണം എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂഷനാണ്. ഈ സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഞങ്ങൾ നട്ട ഈ തൈയിന് ശാഖോപശാഖകളിൽ പൂക്കൾ ഉണ്ടാവാനാണ്. അതിനാണ് ഞങ്ങൾ പോരാടുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിപരമായി ബന്ധം വെച്ചു ഈ പാവപ്പെട്ട ബ്രാഞ്ചും പാവപ്പെട്ട LC മെമ്പർ. എത്ര പേർക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ പറ്റും? ഒരു പഞ്ചായത്തിൽ എത്ര പാർട്ടി മെമ്പർമാർ? ചുരുങ്ങിയതിന് 200 ആളുണ്ടാവും. ആ 200 ആളുകൾ എത്ര പേരാ മത്സരിക്കുന്ന? ഒരു 10 ആളായിരിക്കും. നിയമസഭയിൽ 100 സീറ്റിൽ നമ്മൾ മത്സരിക്കുന്നില്ല, താഴെയാണ്. എത്രയാണ് കേരളത്തിലെ പാർട്ടി ജനസംഖ്യ, മറ്റേ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 5,60,60,000 ഇപ്പോ. അതിൽ എത്ര പേർക്ക് 100 പേര് കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്? 5,63,900. അവരെല്ലാം മത്സരിക്കുകയാണോ? അവർ ഈ പതാക കിട്ടാൻ പോവാടോ. അവർ കൊടിമരത്തിന്റെ മുകളിൽ, വലിയ മരത്തിന്റെ മുകളിൽ പതാക കെട്ടാനാണ്. ചിലപ്പോൾ അതിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ട് ചില ആളുകൾ.
ചില ആളുകൾ വളണ്ടിയർ ആവാനാണ്, ചില ആളുകൾ പ്രിയപ്പെട്ടവരെ ഇതിന്റെ സംഘാടക സമിതിയിൽ അംഗമാകാൻ, അനൗൺസ്മെന്റ് നടത്താൻ, സ്കോഡ് വർക്ക് നടത്താൻ. അവർക്കൊക്കെ എന്ത് മെച്ചമുണ്ടായിട്ടാണ് ഈ മഹത്തായ രാഷ്ട്രീയം. ഈ മഹത്തായ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ നടന്നാൽ മാത്രമല്ല സുഗന്ധമുണ്ടാവുക, പിന്നിൽ നടന്നാലും ഉണ്ടാവും. ഈ മഹത്തായ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ നടന്നാൽ മാത്രമാണ് സുഗന്ധമുണ്ടാകാൻ ധരിക്കരുത്, പിന്നിൽ നടന്നാലും ഉണ്ടാകും. ഇത് സർവതല സുഗന്ധിയായ പ്രസ്ഥാനമാണ്, സർവതല സുഗന്ധിയായ പ്രസ്ഥാനം. ആ സർവതല സുഗന്ധിയായ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുവാൻ മുജീബിന്റെ ഓർമ്മകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ടവരോടെല്ലാം നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ അഭിവാദിക്കുന്നു.